ഹായ് ഓൾ, ദിസ് ഇസ് മൺഡേ ഈവനിങ്. സ്കൂളിൽ പോയിട്ട് ഞാൻ മടങ്ങിയാട്ടോ വന്നത്. ഇത് 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ജോവാനയും സാനിയയാണ്. ജോവാന ക്രിസ് റോഷൻ ആൻഡ് സാനിയ രാജേഷ്. സാനിയ രാജേഷ് നമ്മുടെ വിക്ടോറിയ ഹോസ്പിറ്റലിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നേഴ്സ് മെസ്സേജ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സാനിയ തന്നെയാണ് ഈ സാനിയ. സ്കൂളിൽ നിന്ന് എനിക്ക് ഭയങ്കര തുമ്മലായിരുന്നു കേട്ടോ. കരക്കാറ്റ് ഇവിടെ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ ഈ കരക്കാറ്റ് വരുമ്പോഴത്തേക്ക് എൻ്റെ പോളൻ അലർജി ഷൂട്ട് ചെയ്യും. അപ്പം ആ കരക്കാറ്റെന്ന് വെച്ചാൽ കരയിൽ നിന്ന് കടലിലേക്ക് അടിക്കുന്ന കാറ്റ്. കടൽക്കാറ്റിൻ്റെ സമയത്ത് എനിക്ക് വലിയ പ്രശ്നം വരാറില്ല. കടലിൽ നിന്ന് കരയിലേക്ക് പോളനൊന്നും വരാനില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല അലർജി ഉണ്ടായിരുന്നു. 3rd സ്റ്റാൻഡേർഡിൽ പഠിപ്പിക്കാൻ ചെന്നിട്ട് എനിക്ക് ഒരു മിനിറ്റ് സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ സ്നീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അവസാനം ഞാൻ കർച്ചീഫ് വെച്ച് മുഖം ഇങ്ങനെ കവർ ചെയ്തിട്ട് അവരോട് ഞാൻ റിവിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓരോ ക്വസ്റ്റ്യൻ വീതം പഠിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് പ്രാക്ടീസ് ഇല്ല. അപ്പോൾ ജുവാന വന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു, മിസ് ഇന്ന് പ്രാക്ടീസ് ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, ഐ എം ടു ടയേർഡ്, നമുക്ക് പോയാലും എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ ജുവാന ചെന്നിരിക്കുമ്പോൾ ഞാൻ അവിടെ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും, മിസ്സിന് വയ്യ, മിസ്സ് സ്നീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ മിസ്സിന് കോൾഡാണ്, അപ്പോൾ വേറൊരാളില്ല മിസ്സിന് അലർജിയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ വന്നിട്ട് രണ്ടുപേരും കൂടെ എന്നെ കാണാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കിടക്കുമായിരുന്നു ആക്ച്വലി. കുക്കു സാറ് വന്നിട്ട് പറഞ്ഞു, മമ്മയുടെ സ്കൂളിലെ 2 സ്റ്റുഡൻസ് കാണാൻ വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ എണീറ്റപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ബുക്കും എല്ലാം ഇനി മറന്നുപോയിട്ട് അങ്ങനെ വല്ലതും വന്നതായിരിക്കുമെന്ന്. എന്ത് പറ്റി മോളെന്ന് ചോദിച്ചപ്പോൾ വെറുതെ വന്നയാന്ന് പറഞ്ഞു. അങ്ങനെ 2 പേരെയും പിടിച്ചകത്തിരുത്തി ഞാൻ പെട്ടെന്ന് ഓരോ ജ്യൂസൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് അവർ പോയി. അപ്പോൾ എനിക്ക് വന്ന സമയത്തൊന്നും ഞാൻ എൻ്റെ റിലേ കറക്റ്റായിട്ട് വീണിട്ടില്ലായിരുന്നു. അലർജിയുടെ ലെവോസിറ്റ് എന്ന് പറഞ്ഞ ടാബ്ലറ്റ് എനിക്ക് 24 hours ഞാൻ ഒരെണ്ണമേ എടുക്കാവൂ. പക്ഷേ ഇന്ന് ഒരെണ്ണം എടുത്തിട്ട് എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഒരെണ്ണം കൂടെ എടുത്തു സ്കൂളിൽ നിന്ന് വന്നിട്ട്. അങ്ങനെ ഏതാണ്ട് ഒരു അബോധാവസ്ഥയിൽ കിടന്നപ്പോഴത്തേക്കാണ് കുട്ടികൾ വന്നതും. അതുകൊണ്ട് പോകാൻ നേരം ആയപ്പോഴേ എനിക്ക് പെട്ടെന്ന് ഇത് ക്യാമറയിൽ എടുക്കണം എന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ട് ഞാൻ സ്റ്റാൻഡൊക്കെ കൊണ്ടുവച്ചത്. അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് കുറച്ചൊക്കെ സബ്സൈഡ് ചെയ്തു കേട്ടോ. ഞാൻ എണീറ്റ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ഞാൻ തുമ്മിയിട്ടില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന്. എന്നാലും ഞാൻ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അഥവാ ഇങ്ങനെ തുമ്മി തുടങ്ങിയാൽ ഈ ഉണ്ടാക്കുന്ന സാധനം മൊത്തം നശിച്ചു പോകത്തില്ലേ. അതുകൊണ്ട് ഒരു പിന്ന് കുത്തി ഒരു കർച്ചീഫൊക്കെ വെച്ചിട്ട് ഞാൻ ആസ് യൂഷ്വൽ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് എണീറ്റു. ഇത് അലർജിയുടെ പ്രശ്നം മാത്രമല്ല, ഐ എം ഓൾസോ ഹാവിങ് മൈ പീരിയഡ്സ്. അപ്പോൾ മൊത്തത്തിൽ എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ബോഡി പെയിനുണ്ട്, തലവേദനയുണ്ട്. പിന്നെ ഇതിപ്പോൾ ഈ പഴംപൊരി ഉണ്ടാക്കലും അല്ലെങ്കിൽ കിച്ചണിൽ കയറി ചായ ഇടലെന്നൊക്കെ പറയുന്നത് ഏതാണ്ട് നമ്മൾ പറയത്തില്ലേ, കാർ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കുന്നത്, അയ്യോ ഞാനാണല്ലോ ഈ കാർ ഓടിക്കുന്നതെന്ന്. എനിക്ക് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചിയുടെ വണ്ടിയൊക്കെ ഞാൻ എടുത്ത് ഓടിക്കുമ്പോഴത്തേക്ക് ഫസ്റ്റൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ അകത്തിരുന്ന് പാട്ട് പാടുമായിരുന്നു. ദ ലോർഡ് ഇസ് മൈ ഷെപ്പേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പാടും, പേടി കൊണ്ടിട്ട്. പക്ഷേ ആ ഒരു പാട്ടിൻ്റെയൊക്കെ പകുതി എത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ചിന്ത വിട്ടു പോകുമല്ലോ. പിന്നെ കുറേ ഓടിച്ചു കഴിയുമ്പോഴാണ് ഞാൻ തന്നെ ഞാനിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കുന്നത്. അതുമാതിരിയാണ് ഈ അടുക്കളപ്പണി. നമുക്ക് പനിയുണ്ടായിക്കോട്ടെ, ജലദോഷം ഉണ്ടായിക്കോട്ടെ, പീരിയഡ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ നിവർന്ന് നിൽക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കുക, വന്ന് ചായക്ക് വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയും കൈയും നേരെ തേയിലക്കുപ്പിയിലേക്കും പഞ്ചസാര ഇരിക്കുന്ന ബോട്ടിലേക്കും പിന്നെ ഫ്രിഡ്ജിലിരിക്കുന്ന പാലിലേക്കും അല്ലെങ്കിൽ പാൽപ്പൊടിയിലേക്കും ഒക്കെ പോയിക്കോളും. ഇത് ചെയ്തുണ്ടല്ലോ നമ്മൾ എന്തുവാ പറയുന്നത്, അതങ്ങ് നമ്മുടെ ബ്രെയിനിന് അത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് സംഭവിക്കും. നമ്മളറിയാണ്ട് നമ്മളെ കൊണ്ട് തന്നെ ബാക്കി പണികളെല്ലാം ചെയ്യിക്കും. അമ്മ പിരിവിനായിട്ട് പോയി കേട്ടോ. അതുപോലെ വന്നപ്പോൾ എനിക്ക് ഇത്രയും വയ്യാഞ്ഞിട്ട് ഞാൻ ലീവും പറഞ്ഞാൽ വന്നിട്ടുള്ളതെന്നൊന്നും ഞാൻ അമ്മയടുത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ വരുമ്പോൾ എല്ലാ ദിവസവും സോഫയിൽ കിടക്കുന്ന കണക്കാണ് ഞാൻ കയറി കിടന്നത്. അല്ലെങ്കിൽ പാവം ചായയൊക്കെ ഇട്ട് വെച്ചിട്ട് പോയേനെ. മുൻപൊക്കെ ആണെങ്കിൽ പീരിയഡ്സിൻ്റെ ടൈമിൽ ഈ ഒരു അലർജിയും തുമ്മലും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്ന വുമണിന് അറിയാമല്ലോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അത്രയ്ക്കും നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. ബട്ട് ഇപ്പോൾ കപ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഇറ്റ് ഈസ് സഹിക്കബിൾ. നമുക്കത്ര ആ ഒരു അൺകംഫേർട്ട് ഫീലിംഗ് നമുക്ക് സ്നീസ് ചെയ്യുമ്പോൾ തോന്നത്തില്ല കേട്ടോ. സോ നിങ്ങൾക്കിങ്ങനെ പ്ലാൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ചിലപ്പം എന്നെപ്പോലെ നിങ്ങൾക്കത് പറ്റും. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കടന്ന് കിട്ടിയാൽ നമുക്ക് ആദ്യത്തെ ഒരു 10 മിനിറ്റ്സ് ഞാൻ മുമ്പത്തെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ആദ്യം ഒരു 10 മിനിറ്റ് നമുക്കിങ്ങനെ തോന്നും, അയ്യോ എന്തോ എക്സ്റ്റേണലായിട്ട് ഒരു സാധനം എൻ്റെ ദേഹത്തിരിപ്പുണ്ടല്ലോ എന്നൊക്കെ. ആ 10 മിനിറ്റ്സ് കടന്ന് കിട്ടിയാൽ ഇതുപോലെ സുഖമുള്ള പരിപാടി വേറെ ഇല്ല. ഇറ്റ് ഈസ്
അങ്ങനെ ഒരു സംഭവമേ നമുക്ക് ഇല്ലാത്ത പോലെയാണ് നമുക്ക് പിന്നെ ഫീൽ ചെയ്യുന്നത്. ക്രാംസൊക്കെ അതിൻ്റെ അതിൻ്റെ വേദന വരും കേട്ടോ. പക്ഷേ വേറൊരു ഡിസ്കംഫർട്ടും വരത്തില്ല. അങ്ങനെ എന്തായാലും ആ 10 മിനിറ്റ് തുമ്മാതിരുന്നത് വിശ്വസിച്ച് ഞാൻ ദേ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട്. പ്ലസ് ഞാൻ തലവേദനയ്ക്കുള്ളൊരു ടാബ്ലറ്റും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തലവേദനയുടെ കൂടെ എനിക്ക് തോന്നുന്നു ബോഡി പെയിനും ഒക്കെ ഒന്ന് സബ്സൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തിരിച്ച് വരും. അതാണ് എൻ്റെ പനിയുടെയൊക്കെ ഒരു ലക്ഷണം. പക്ഷേ ചെറിയൊരു ടെമ്പറേച്ചറും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഡെങ്കു ഉണ്ട്. അപ്പോൾ ഉള്ളിലൊരു പേടിയും ഉണ്ട്, ഇനിയിപ്പോൾ അത് വല്ലതും ആണോ എന്ന്. പക്ഷേ ഡെങ്കു ആണെങ്കിൽ ഇതുപോലൊന്നല്ല, ഒട്ടും നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ലെന്നൊക്കെ സുജാമിസ് ക്ലാസ്സിൽ വന്നിട്ട് അവിടെ സ്കൂളിൽ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. മിസ്സിൻ്റെ മോന് വന്നിട്ട് ആകെ പെട്ടുപോയി. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതൊക്കെയല്ല, അത് വലിയ ഹാർഡാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ അത് റിവൈൻഡ് ചെയ്ത് കേട്ടോണ്ടിരുന്നത്. മിസ് അങ്ങനെ അത്രയും ബുദ്ധിമുട്ട് എനിക്കില്ലല്ലോ, അപ്പോൾ അതല്ല എന്നും പറഞ്ഞിട്ട് സ്കൂളിൽ നിന്ന് തന്നെ ഞാനിന്ന് ഇറങ്ങിയപ്പോൾ എല്ലാ ടീച്ചേഴ്സിനോടും ഞാൻ മടങ്ങി പോവാന്നാണ് പറഞ്ഞത്. ലിറ്ററലി ഞാൻ മടങ്ങി തന്നെ വന്നത്. തുമ്മൽ നിർത്താനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അസംബ്ലിക്കായിട്ട് നിന്ന ആ ഒരു കുറച്ച് നേരം, അസംബ്ലിക്ക് നിന്നപ്പോഴേ കാറ്റ് തുടങ്ങി. ആൻറ്റിമാർ പാവ ഇൻ്റർലോക്ക് മൊത്തം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എടോ പടവെന്നും പറഞ്ഞിട്ടൊരു കാറ്റ്. ഞങ്ങളുടെ സ്കൂളിലുള്ള പേരമരമൊക്കെ അസംബ്ലിയുടെ സമയത്ത് ഇല്ല കൊടുങ്കാറ്റത്തൊക്കെ നടന്നൊക്കെ നിന്ന് കറങ്ങുമായിരുന്നു. ഞാനത് നോക്കിയിട്ട് ടീച്ചേഴ്സിൻ്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ അവരെല്ലാവരും ആ മരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്രയ്ക്ക് കാറ്റായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ നാളെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വയ്യ എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് സമയത്ത് ടാബ്ലറ്റിൻ്റെ ഒരു പവറിലാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. പക്ഷേ വീണ്ടും ഒരു 6:30-6:45 ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഡോക്ടറുകളെ കാണാൻ പോകാനൊന്നും നിന്നില്ല. എൻ്റെ മെഡിസിൻ തീർന്നു. അതാണ് എനിക്ക് പറ്റിയ വേറൊരു അബദ്ധം. ഞാൻ ഈ ലെവോസിഡ് ടാബ്ലറ്റ്സും മെഫ്താൽ 500ഉം ഇങ്ങനെ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ വെച്ചേക്കും. പിള്ളേരുടെ മെഡിസിൻ റാക്കിലും വെച്ചിരിക്കും, എൻ്റെ പേഴ്സിൽ വെച്ചിരിക്കും, സ്കൂളിൽ കൊണ്ടുവന്ന ബാഗിൽ വെച്ചിരിക്കും. അപ്പോൾ ഓരോന്ന് തീരുമ്പോൾ മറ്റതിലുണ്ടല്ലോ എന്ന ചിന്തയാണ്. കൈ കിട്ടുന്നതിൻ്റെ അകത്ത് നിന്ന് എടുത്ത് കഴിക്കുകയും ചെയ്യും. പക്ഷേ എല്ലാം തീർന്നു. അപ്പോൾ വൈകുന്നേരം എന്തായാലും കടയിൽ പോയേ പറ്റത്തുള്ളൂ. വീട്ടിലേക്കും പിന്നെ എനിക്ക് പനി വന്നാൽ എനിക്ക് ബ്രെഡ് വേണം. ബ്രെഡും വാങ്ങിക്കണം. സൺസെറ്റൊക്കെ ഏതാണ്ട് ദേ ഇവിടെ വരെ ആയി കേട്ടോ. ആ സൈഡിൽ സണ്ണിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണ് ഒരിത്തിരി വെട്ടക്കുറവ് പോലെ വരുന്നത്. കടൽ ഞാൻ പറഞ്ഞില്ലേ എപ്പോഴത്തെയും പോലെ വളരെ ശാന്തമായിട്ട് അറ്റത്ത് വന്നൊന്ന് കര തൊട്ട് പോകുന്നുണ്ട്. ഇങ്ങനൊന്നും അല്ല ഇവിടുത്തെ തിര. നിങ്ങൾ ആ മറ്റേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ അന്ന് ഈ ഗ്ലാസ്സൊക്കെ പൊളിഞ്ഞ ദിവസം നിങ്ങളെ വീഡിയോ കാണിച്ചതാണല്ലോ തിരയുടെ. അങ്ങനെ ആസ് യൂഷ്വൽ നമ്മുടെ പഴംപൊരിയും ചായയും എത്തി. ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് കണ്ട് ഇപ്പോൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് നേരെ പോയി പഴംപൊരി ഉണ്ടാക്കുക. ഇന്ന് ഞങ്ങൾ പഴംപൊരി ഉണ്ടാക്കി ചേച്ചി, ഇവിടെ ഇപ്പോൾ പഴംപൊരി വേണമെന്നായി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പഴംപൊരി ഉണ്ടാക്കുക. നല്ല രസമല്ലേ? ഈ ഉള്ളിവട, ഉഴുന്നുവട ഇതൊക്കെ ഹെൽത്തി ആണെങ്കിലും പഴംപൊരി എന്ന് പറയുന്നത് ഏത്തപ്പഴവും എന്തല്ലേ പഴംപൊരിയാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് മോദകമാണ് ഇഷ്ടം, സുഖിയൻ. പക്ഷെ ഇത്തിരി പാടല്ലേ ഉണ്ടാക്കാൻ. ഞാൻ ഒരു തവണ പുളിച്ചിറയിൽ വെച്ച് അത് ഉണ്ടാക്കി നോക്കി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉരുട്ടി മാവിൽ മുക്കിയൊക്കെ എടുത്തപ്പോഴത്തേക്ക് ശർക്കര നമ്മൾ പൊരിച്ചെടുക്കും. അത് ആക്ച്വലി എനിക്കറിയത്തില്ല അതിൻ്റെ ഫില്ലിങ് പയറും തേങ്ങയും മറ്റൊക്കെയാണ് വെക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ പയറും ശർക്കരയും തേങ്ങയും വെച്ചു. പക്ഷേ എണ്ണയിലിട്ടപ്പോൾ പൊട്ടി ശർക്കര അങ്ങോട്ട് എണ്ണയിലോട്ട് ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ പേളിമാണി ബിഗ് ബോസ് ഷോയിലൊരു സാധനം ഉണ്ടാക്കിയപ്പോൾ ഒരു പൊട്ടിത്തെറി നടന്നില്ലേ, അതുപോലൊരു പൊട്ടിത്തെറിയായിരുന്നു അവിടെ. അതുകൊണ്ട് പിന്നെ ഞാൻ ആ പരീക്ഷണത്തിന് നിന്നിട്ടില്ല. അതുമല്ലാതെ മെനക്കെട്ട മണിയുമാണ്. നീലു അതിൻ്റെ ഇടയിൽ അത് വന്ന് കൈയിട്ടെടുത്തതിനാട്ടോ ഞാൻ വഴക്ക് പറഞ്ഞ് അവിടെ ഇരുന്ന് ഒച്ചിനെയും കാറ്റർപില്ലറിനെയും ഒക്കെ പോയി തൊടും. ഒരു സാധനത്തിന് പേടിയില്ല. പാറ്റേനെയും പക്കീനെയും ഒക്കെ പോയി കൈ കൊണ്ട് പിടിക്കും. എന്നിട്ട് ആ കൈ വെച്ച് വന്ന് പഴംപൊരി എടുത്തതിനാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. ഞാൻ പിച്ചി എടുക്കണ്ടെന്നും പറഞ്ഞിട്ട്. സേറമോള് വരാത്തതിൻ്റെ ബോറടിയാട്ടോ. ഇത്തിരി നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് സേറയും അമ്മവും കൂടെ കുരിശടിയുടെ അടുത്ത് നിൽക്കുന്നു. ഇവിടെ നിന്ന് കാണണം, വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് മദലിൻ്റെ മേളിൽ കയറിയുന്ന സേറ എന്നും പറഞ്ഞ് വിളിച്ചിട്ട് സേറയും അമ്മവും കൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ 3rd സ്റ്റാൻഡേർഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ തീർത്തു കേട്ടോ. അതുകൊണ്ട് എനിക്ക് ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ട്. പക്ഷെ പറ്റിയാൽ നാളെ പോകണം എന്ന് തന്നെയാണ് ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് ടെമ്പറേച്ചർ ഷൂട്ട് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. പനി അങ്ങോട്ട് തിരിച്ച് വരുന്നൊരു വരവുണ്ടല്ലോ, അതാണ് അൺസഹിക്കബിൾ. പനി പോകുന്നതിൻ്റെ ഒരു സുഖം നമ്മളിങ്ങനെ അറിഞ്ഞ് തുടങ്ങുകയും ചെയ്യും. മരുന്ന് കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ബോഡിയൊക്കെ അനക്കാൻ പറ്റുന്ന വിധത്തിലാണ്. ഇത്തിരി കഴിയുമ്പോൾ വീണ്ടും ഞാൻ വരുന്നുണ്ട് എന്നറിയിക്കാനായിട്ട് എൻ്റെ ഈ കാലിൻ്റെ വെള്ളയും കയ്യിൻ്റെ അറ്റമൊക്കെ കയറി തണുത്ത് തുടങ്ങും. കാലിലൊരു സോക്സ് ഇട്ട് കയ്യിൽ വണ്ടിയിൽ പോകുമ്പോൾ വെയിൽ കൊള്ളാതിരിക്കാനിടുന്ന ഗ്ലൗസും ഒക്കെ ഇട്ടാണ് പിന്നിരിക്കുന്നത്.
സേറയും അമ്മും എത്തിയതുകൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ പോയി കുറച്ച് നേരം കിടന്നു. ഞാൻ എണീറ്റപ്പോഴത്തേക്ക് രണ്ടുപേരെയും ആലൻ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അമ്മയും പിരിവിന് പോയിട്ട് തിരിച്ചെത്തി. അമ്മയും നിലവും കൂടെ ലിലിയംസിൻ്റെ വീട്ടിലേക്ക് പോകുക കേട്ടോ. മതിലിൻ്റെ മുകളിലിരുന്നപ്പോഴേ ലിലിയംച്ചി അവിടെ ബെഞ്ചിലിരിപ്പുണ്ടായിരുന്നു. എനിക്കങ്ങോട്ട് കൊണ്ടുപോകാനും വയ്യാത്തതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ മടിയായിരുന്നു. പിന്നെ ഈ കരക്കാറ്റടിച്ച് ഞാൻ തുമ്മൽ തുടങ്ങും. ടാബ്ലറ്റും തീർന്നല്ലോ. 2 ഇന്ന് എടുത്തു. എന്നിട്ടാണ് പിന്നെയും ടാബ്ലറ്റിൻ്റെ കാര്യം പറയുന്നത്. അങ്ങനെ അമ്മച്ചി വന്നപ്പോഴേ പറഞ്ഞു ഒന്ന് നിലുവിനെ ഇങ്ങ് കൊണ്ടുവരാൻ. അങ്ങനെ അമ്മ എടുത്തുകൊണ്ട് പോയതാണ്. പിന്നെ ഞാനും അലനും കൂടെ മരുന്ന് മേടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി. ATMലും പോകണമായിരുന്നു. അതുമാത്രമല്ല, ഞാൻ വൈകുന്നേരത്തെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ പേഴ്സിലും ബാഗിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ചില്ലറയൊക്കെ കൂടെ പെറുക്കി കൂട്ടി കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കണം, എനിക്കിനിയൊന്നും ഉണ്ടാക്കാൻ വയ്യാന്ന്. അപ്പോൾ ഫുഡും മേടിക്കണം, അല്ലെങ്കിൽ പോയി കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. അന്നേരം പറഞ്ഞു ഈ പനിയായിട്ട് വീട്ടിൽ ഇരിക്കുന്നവർ അടങ്ങിയിരിക്കണം, കറങ്ങി നടന്ന് ഫുഡ് കഴിക്കരുതെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ATMലൊക്കെ പോയിട്ട് വരുന്ന വഴിക്ക് ഫുഡ് മേടിച്ചു. ആ കണ്ട ജ്യോതി എന്ന് പറഞ്ഞ വഞ്ചിക്കോല് ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ആ കണ്ടതും നിന്നതും ഒക്കെ ഇവിടെ ഇരേപുരത്ത് കുരിശുമൂട്ടിലുള്ളവരായിരുന്നു. ഫുഡും മേടിച്ച് തിരിച്ച് മുടവങ്ങലിൽ വന്ന് നാളത്തേക്കുള്ള ബ്രെഡും ബട്ടറൊന്നും ഇല്ലായിരുന്നു, അതൊക്കെ മേടിച്ചു. പിന്നെ ഒരു പച്ചക്കറി കിറ്റും മേടിച്ചു. മരുന്നും മേടിച്ചിട്ട് തിരിച്ചു വന്നു. ആ മെഡിക്കൽ സ്റ്റോറിലെ ചെക്കനോട് ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ അലർജിക്ക് കഴിക്കുന്നത് ലെവോസെറ്റാണ്, പക്ഷേ എനിക്കിപ്പോൾ ലെവോസെറ്റ് 2 എടുക്കേണ്ടി വരുന്നു. അപ്പോൾ ഡോക്ടറൊന്നുമല്ല, പക്ഷേ അവനും അന്നേരം പറഞ്ഞു എന്നാൽ പിന്നെ വേറെ ഒരെണ്ണം തരാം, ഇതിൽ വേറെ എന്തോ കൂടെ ഉണ്ട്, എഫക്റ്റീവ് ആയിരിക്കുമോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ലെവോസെറ്റ് നോർമലായിട്ട് ഈ അലർജി ഷൂട്ട് ചെയ്യുമ്പോൾ ലെവോസെറ്റ് മതി. പക്ഷേ ഇപ്പോഴുണ്ടല്ലോ ഈ കരക്കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ, നമ്മുടെ പുറകിലത്തെ വീട്ടിലൊക്കെ നല്ല ചെടിയും മരമൊക്കെ ഉണ്ട്. അതുപോലെ സ്കൂളിന് ചുറ്റും നല്ല മരങ്ങളും ചെടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കാറ്റിങ്ങോട്ട് അടിച്ച് കയറുന്ന ഉടനെ പോളൻ്റെ ശല്യം എനിക്ക് തുടങ്ങും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്കത് ലെവോസെറ്റ് അങ്ങോട്ട് ഏൽക്കാത്തത്. സാധാരണ സിട്രസിനാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഈ പുലിച്ചിറയിലോട്ട് താമസം മാറിയപ്പോഴാണ് ഈ വലിയ ഉത്സാഹത്തോടെ തനിയെ താമസിക്കാൻ പോയിട്ട് ആദ്യത്തെ ഒരു 2 വീക്സ് തുമ്മി ഒരു രക്ഷയില്ലാണ്ടായി. അന്നേരം എനിക്ക് കറക്റ്റ് കോവിഡ് ടൈം, പുറത്തിറങ്ങാനും പാടില്ല. ഞാൻ അവിടെ ഇരുന്ന് ഡോക്ടറുകളിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആദ്യമൊക്കെ വിചാരിച്ചത് ബ്രൂണോടെ ആരംഭിച്ചിട്ടായ ഇനി ഇതിൻ്റെ ഇടയിൽ ബ്രേക്ക് എടുത്ത് വേണം ഞാൻ പോയി തുമ്മിയിട്ട് വരാനായിട്ട്. ബ്രൂണോ എന്ന് പറയുന്ന ചേച്ചിയുടെ ഡോഗാട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ബിങ്കോ ഉണ്ടായിരുന്നെങ്കിലും മമ്മി ആലനുമാണ് ബിങ്കോയുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. ഞാനൊന്നിലും അങ്ങനെ ഇൻ്റർഫിയർ ചെയ്തിട്ടില്ലായിരുന്നു, പട്ടിയെ പേടിയായതുകൊണ്ട്. അവിടെ ചെന്നപ്പോൾ ബ്രൂണോയുടെ കാര്യങ്ങൾ കുറച്ച് ഫുഡ് കൊടുക്കുന്നത് അതൊക്കെ ഞാൻ തന്നെ ചെയ്യേണ്ടി വന്നു. കോവിഡ് ആയതുകൊണ്ട് മമ്മിക്കൊന്നും അങ്ങോട്ടൊന്നും വരാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ വിചാരിച്ചിരുന്നു അവൻ്റെ രോമമൊക്കെ ഈ സിറ്റൗട്ടിൽ വീഴുമ്പോൾ അതൊക്കെ തുടയ്ക്കുന്നതുകൊണ്ടാണെന്ന്. പിന്നെയാണ് റിയലൈസ് ചെയ്തത് നമ്മൾ താമസിക്കുന്നത് ഈ പ്ലാവിൻ്റെയും മാവിൻ്റെയൊക്കെ ഒത്ത നടുക്ക. പിന്നെയാണ് മനസ്സിലായത് ഈ ഫറല്ല പ്രശ്നം, പോളനാണെന്ന്. അങ്ങനെ എന്തായാലും മേടിച്ചുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ എടുത്ത് പെറുക്കി വെച്ചു കേട്ടോ. അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ തന്നെ ഇരിക്കും. ഇതവിടെ ഇരിക്കുന്നത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കും. ഞാനിപ്പോൾ പോയി റെസ്റ്റ് എടുക്കാമെന്ന് വെച്ച് കിടന്നാലും ആ സ്ലാബിലിരിക്കുന്ന പാക്കറ്റ്സും മാറ്റി വെക്കേണ്ട പച്ചക്കറികൾ, അയ്യോ ബട്ടർ മെൽറ്റായിപ്പോൾ, ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വെറുതെ എന്തിനാണ് ഞാൻ എൻ്റെ മനസ്സമാധാനം കളയുന്നതെന്ന് ഓർത്ത് ഞാൻ തന്നെ എടുത്ത് അടുക്കി പറക്കി വെച്ചു. ഇപ്പോൾ നിലുവിൻ്റെ ഒരു ഫേവററ്റ് പാട്ടാണ് കേട്ടോ, എന്തോ ഡാംബ്ലി ഡൂംബ്ലിന്ന് അങ്ങനെ എന്താണ്ടാണ് ആ പാട്ട്. എനിക്ക് അത് കേട്ടിട്ടൊന്നും മനസ്സിലായില്ല. അതിലൊരു ഇത്തിരി കഷണ്ടിയുള്ളൊരു അപ്പൂപ്പൻ കണ്ണാടിയും വെച്ച് കാണിക്കുന്ന സ്റ്റെപ്പാണ് അപ്പനും മോനും കൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എനിക്ക് ദോശയും ചമ്മന്തിയും മതി എന്നും പറഞ്ഞിട്ടാണ് ഫുഡ് മേടിക്കാൻ പോയത്. അപ്പോൾ ആലനും കുക്കുവിനുമായിട്ട് പൊറോട്ടയും ഫ്രൈയും ഗ്രേവിയൊക്കെ മേടിച്ചു. എന്നിട്ട് ഞാൻ ദോശ എടുത്തിട്ട് സാമ്പാറും ചമ്മന്തിയും ഒക്കെ മാറ്റി വെച്ചിട്ട് ആ ഗ്രേവിയും ഫ്രൈയും എല്ലാം കൂട്ടി കഴിച്ചു. ദോശ കഴിക്കണം എന്നും പറഞ്ഞിരുന്നതാണെങ്കിൽ ആ ഫ്രൈയുടെ പാക്കറ്റ് തുറന്നപ്പോഴത്തേക്ക് എന്താ മണമെന്നറിയാമോ? നല്ല മണം. ആ മൊരിഞ്ഞ് കിടക്കുന്ന ആ പീസസ് കഴിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് കഴിക്കാമെന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് പ്ലേറ്റിലേക്ക് വെച്ചതാണ്. പക്ഷേ പിന്നെ ഇവൻച്വലി ഞാൻ ദോശയും ഫ്രൈയും ഗ്രേവിയൊക്കെ കഴിച്ചു. പിന്നെ മനസ്സിലൊരാശ്വാസമുണ്ട്, ഈ സാമ്പാറും ചമ്മന്തിയും പാക്കറ്റ് എല്ലാം എടുത്ത് മാറ്റി വെച്ചാൽ എന്തായാലും ഇതിൻ്റെ അകത്തുനിന്ന് ദോശ അധികം വരും. പൊറോട്ട ഞാനും കൂടെ കൈയിട്ട് ഇപ്പോൾ തീർക്കും, ദോശ എന്തായാലും അധികം വരും. രാവിലെ ഇപ്പോൾ പതുക്കെയൊക്കെ എണീറ്റിട്ട് എല്ലാം കൂടെ എടുത്ത് സ്റ്റീം ചെയ്തൊക്കെ കഴിച്ചാൽ മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കി കഴിച്ചാൽ മതിയല്ലോ. ഞാൻ എണീക്കാൻ താമസിച്ചാൽ അമ്മ അത് ഇഡ്ഡലി തട്ടിൽ വെച്ച് ചൂടാക്കി എടുത്ത് വെക്കുകയും ചെയ്യും. ഞാൻ എന്തായാലും രാത്രി എനിക്ക് തോന്നുന്നു ഐ എം ബാക്ക്. എനിക്ക് തോന്നുന്നത് ഞാൻ വെളുപ്പിന് ഒരു ടാബ്ലറ്റ് അടിക്കേണ്ടി വരും, ആ രീതിയിൽ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് കുറച്ച് നേരം കൂടെ കിടന്നുറങ്ങേണ്ടി വരും. നല്ല സെഡറ്റീവാണ് ആ ടാബ്ലറ്റ്.
ഇപ്പം തന്നത് എനിക്ക് തോന്നുന്നു ഡോസ് കുറച്ച് കൂടുതലാണ്. ഈ നോർമൽ തന്നെ കഴിച്ചിട്ട് അത് രണ്ടാമത്തത് കഴിച്ചിട്ടാണോ എന്നറിയത്തില്ല. സ്കൂളിലിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ചരിയണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ തീർന്നപ്പോഴത്തേക്ക് 3 ആയപ്പോൾ മമ്മി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പെട്ടെന്ന് പൊയ്ക്കോ. അപ്പോഴേക്കും എൻ്റെ മുഖമൊക്കെ വീർത്തു കേട്ടോ. ഞാൻ ഇന്നത്തെ സ്കൂളിലൊക്കെ വെച്ചിട്ട് വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ഒരു ഷോർട്സ് കുറച്ച് ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് വരുമ്പോൾ എൻ്റെ സൈഡ് ഫേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ണൊക്കെ ഇങ്ങനെ വീങ്ങി വീങ്ങി വരുന്നുണ്ടായിരുന്നു, തുമ്മി തുമ്മി. ഇപ്പോൾ ഈ ഒരു ദിവസത്തെ വ്ലോഗ് ഞാൻ എൻ്റെ മനസ്സിൽ സങ്കല്പിക്കുന്നത് ഇന്നത്തെ ഈ വൈകുന്നേരം തൊട്ട് നാളെ ഒരു ഉച്ച വരെ മറ്റോ എടുക്കണം എന്നാണ്. പിന്നെ നാളെ വൈകുന്നേരത്ത് മറ്റന്നാൾ സ്കൂളിൽ പോകാനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങേണ്ടി വരുമല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്തൊരു അടുത്ത വ്ലോഗായിട്ടും എടുക്കണം. നടക്കുമോ എന്നറിയത്തില്ല. എന്നാലും ഈ പരിപാടി എവിടം വരെ പോകുന്നു അവിടം വരെ ഞാൻ ഓഡിയോ ആഡ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നെക്കൊണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ നാളെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും ഈ ഒരു വ്ലോഗ്. ഞാൻ എണീക്കുന്നതനുസരിച്ചിരിക്കും. പിന്നെ എല്ലാ ദിവസവും ഞാനിപ്പോൾ നേരത്തെ എണീക്കുവാണല്ലോ എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നല്ലോ. ദൈവം എനിക്ക് എല്ലാ കഴിവും തന്നിട്ടുണ്ട്, പക്ഷേ നേരത്തെ എണീക്കാനുള്ള കഴിവ് മാത്രം തന്നില്ല. സന്തോഷ് സൺ ഓഫ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ മൂവിയിൽ ജയം രവിയുടെ ഒരു ഡയലോഗുണ്ട്. അവിടുത്തെ ആ സെർവൻറ്റ് ജയം രവിയെ വിളിച്ചെണീപ്പിക്കുമ്പോൾ പറയുന്നത്, നമ്മുടെ ഒരു ദിവസം നമുക്ക് പിടിച്ച നിമിഷത്തിൽ അത് ആരംഭിക്കണോ, അങ്ങനെ. അതായത് നമുക്ക് എണീക്കാൻ തോന്നുമ്പോൾ എണീറ്റിട്ട് വേണം ഡേ തുടങ്ങാനെന്ന്. അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ നട്ടുച്ചയ്ക്ക് എണീക്കും. അതിനൊക്കെ വേറൊരു റീസണും കൂടെ ഉണ്ട്. ഇപ്പം തന്നെ ഈ ദോശയും ഫ്രൈയും കറിയും ഒക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അമ്മയടുത്തൊരു കട്ടൻ ചായക്ക് പറഞ്ഞിട്ടുണ്ട്. നീലുവിനെ ഉറക്കാൻ അമ്മ പുറത്തോട്ട് പോയിട്ടുണ്ട് ഹാമക്കുമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, തിരിച്ചു വരുമ്പോൾ നമുക്ക് ഓരോ കട്ടൻ ഇടണേമ്മാന്ന്. നമുക്ക് ഓരോ കട്ടൻ ഇടമ്മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇടും. അല്ലെങ്കിൽ എനിക്കാന്ന് പറഞ്ഞാൽ ഇടും കേട്ടോ, അതിനൊന്നും മടിയൊന്നുമില്ല. എനിക്ക് തലവേദനയൊക്കെ ഏതാണ്ടാന്ന് വന്നപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, മുഖം കണ്ടിട്ട് തലവേദന എടുക്കുന്നോന്ന്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയും കേട്ടോ, ചുമ്മാ ഉള്ള ഗുളികയെല്ലാം കൂടെ വാരി കഴിക്കല്ലേ എന്നും കൂടെ. ഈ കട്ടനും കോഫിയൊക്കെ രാത്രി എടുത്തു കഴിയുമ്പോൾ ഉള്ള ഉറക്കം അങ്ങ് പോയി കിട്ടും. അങ്ങനെയാണ് ഈ പകൽ കുറച്ച് നേരം കൂടുതൽ ഉറങ്ങുന്നത്. പിന്നെ ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസമാണെങ്കിൽ മനസ്സറിഞ്ഞങ്ങ് ഉറങ്ങാമല്ലോ. ഞങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൂവി ലബ്ബർ പന്ത് എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയാട്ടോ. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഞങ്ങളിതിനു മുമ്പ് ഈ ഒരു ഇരിപ്പിൽ 2 മൂവി തുടങ്ങിയായിരുന്നു. പക്ഷേ എൻ്റെ ഇൻട്രസ്റ്റിനെ പിടിച്ചിരുത്താൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊന്നും ആ 2 പടത്തിലും ഇല്ലായിരുന്നു. അമൃതമൊക്കെ അമ്മ കാച്ചി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബാക്കി നാളെ രാവിലെ എണീക്കുന്നത് തൊട്ട് കാണാം. ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. ഞാൻ എണീറ്റിരിക്കുന്നു, പക്ഷേ അധികം നിവർന്നിട്ടില്ല. എണീറ്റപ്പോഴത്തേക്ക് തുമ്മലൊക്കെ കുറവുണ്ടെങ്കിലും രാത്രി എനിക്ക് ഫുൾ ഉറങ്ങാൻ പറ്റിയില്ല. എൻ്റെ 2 നോസും നന്നായിട്ട് അടഞ്ഞ്, ഈ മൂക്ക് അടയുമ്പോഴത്തേക്ക് ഈ അടഞ്ഞിരിക്കുന്ന മൂക്കിൽ തന്നെ മൂക്കൊലിപ്പ, ഒരുമാതിരി വൃത്തിയായിട്ടൊരു മൂക്കടപ്പും സംഭവമൊക്കെ ആയിരുന്നു. ഞാൻ എണീറ്റ സമയം കണ്ടല്ലോ. എണീറ്റ് താഴെ വന്ന് നോക്കിയപ്പോൾ അപ്പനും മോനും കൂടെ ഫുട്ബോൾ കളിക്കുന്നു. സമയം നോക്കിയപ്പോൾ 12:10. രാവിലെ എണീറ്റ് സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ ഏകദേശം ലഞ്ച് ബ്രേക്കിന് വരാനുള്ള ടൈം ആവുന്നു. അടങ്ങിയിരിക്കുന്നവർക്ക് ഐസ്ക്രീം തരാം എന്നുള്ളൊരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ അടങ്ങിയിരിപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്രയ്ക്ക് വയ്യായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ആയി പോയതാണ്. എന്നെ ആരും വിളിച്ചിട്ടും ഇല്ലായിരുന്നു. അങ്ങനെ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇന്നലത്തെ ബാക്കി ദോശ, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ എണീറ്റില്ലെങ്കിൽ അമ്മ അത് ഇഡ്ഡലി തട്ടിലൊക്കെ വെച്ച് ചൂടാക്കി എടുക്കും. പിന്നെ കറികളൊക്കെ മിക്കവാറും അലൻ തന്നെ അവനിൽ വെച്ച് ചൂടാക്കി കാണും. എല്ലാം അവനിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിലാണ് ഞാൻ ബാക്കിയൊക്കെ എടുത്ത് വെച്ചിരുന്നത്. വലിയ രുചിയൊന്നുമില്ല വായിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ദോശയെ എടുത്തുള്ളൂ. കുക്കു സാറ് പാത്രത്തിൽ ഐസ്ക്രീം കഴിക്കുന്നത് കണ്ടിട്ട് എനിക്കും പാത്രത്തിൽ വേണമെന്നും പറഞ്ഞ് ഒരാൾ കരച്ചിൽ. അങ്ങനെ ചമ്മന്തിക്കറി അടച്ചു വെച്ചിരുന്ന ആ പാത്രം എടുത്ത് ഒരു സ്പൂൺ കഴുകിയിട്ട് കുക്കുവിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു കേട്ടോ. അത് അങ്ങോട്ട് പോയത് കാണാതെയാണ് ഇവിടെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിലുവിൻ്റെ പാത്രം എന്നും പറഞ്ഞിട്ട്. എനിക്ക് വായിക്കൊന്നും ഒട്ടും രുചി തോന്നുന്നില്ല. ദോശയും കറിയും ഒന്നും കണ്ടിട്ട് എനിക്ക് കഴിക്കാനും തോന്നുന്നില്ല. ഇന്ന് ഞാൻ ഒരു ദോശ എടുത്തു. എന്നിട്ട് അമ്മ ഇന്നലെ കാച്ചിയ ചമ്മന്തി, ഇന്നലെ മോർണിംഗ് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അമ്മ ചമ്മന്തി കാച്ചി അപ്പവും ചുട്ടു. അപ്പോൾ ആ കാച്ചിയ ചമ്മന്തിയാണ് ഞാനിപ്പോൾ എടുത്തത്. പിന്നെ ഇന്നലെ മേടിച്ച സാമ്പാറിൻ്റെ അകത്തുനിന്ന് ഒരു 2-3 പീസും കൂടെ എടുത്ത് വെച്ചു, വെജിറ്റബിൾസ്. അപ്പോൾ ആവശ്യത്തിനുള്ളതാവുമല്ലോ. ഞാൻ ഈ ഒരു ദോശയും കഴിക്കുന്നുള്ളൂ കേട്ടോ രാവിലെ. ഇനി എനിക്കൊരു ചായ ഇട്ട് കുടിക്കണം. കാപ്പി എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നല്ലൊരു ഇഞ്ചി ചായ ഇട്ട് കുടിക്കാമെന്ന്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഇഞ്ചി ചായ ഇടുന്നതിന് മുമ്പായിട്ട് കഞ്ഞിക്കുള്ളത് വെക്കണമല്ലോ. എനിക്ക് പനി ആയതുകൊണ്ട് തന്നെ ഇന്ന് വലിയ വിഭവസമൃദ്ധമായ ലഞ്ചൊന്നുമില്ല. ഞാൻ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് എല്ലാവരും കഞ്ഞി കുടിച്ചാൽ മതി. പാൽക്കഞ്ഞി ഉണ്ടാക്കാൻ പോവുകയാണ്. എനിക്ക് പനി ആയാലുണ്ടല്ലോ, ഈ വീട് എൻ്റെ ഒരു പേസിനനുസരിച്ചേ മൂവ് ചെയ്യത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അതിനാണ് ഈ ഇടക്കാലത്ത് ആശ്വാസമായിട്ട് ഐസ്ക്രീം എടുത്ത് കഴിച്ചത്. ഇനി ലഞ്ചാവാൻ വൈകുമെന്ന് അറിയാം എല്ലാത്തിനും. പിന്നെ ഫുട്ബോൾ കളിച്ച ക്ഷീണവും കാണും. അങ്ങനെ ഞാൻ എപ്പോഴത്തെയും പോലെ തന്നെ കുറച്ചധികം അരി, 1 ഗ്ലാസ് കൂടുതൽ അരി ഞാൻ ഇട്ടു.
രാത്രി മിക്കവാറും ഞാൻ വേറെ സ്പെഷ്യലൊന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ ചോറ് കൂടുതലിരുന്നാൽ രാത്രി എടുക്കാമല്ലോ. കാക്കയുടെ സൗണ്ട് കേൾക്കുന്നത് ഇതിപ്പോൾ ഞാൻ ലൈവ് ഏകദേശം നമ്മൾ ഒരേ പേസിലാണ് നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ഈ പണികളൊക്കെ തീർന്ന് ദേ ഇന്നത്തെ ദിവസമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വീഡിയോ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഈ വീഡിയോ ഇപ്പം തന്നെ ഓഡിയോ ആഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യുവാണ്. കാക്കകളെ ഉറക്കി ഈ വീട്ടിലുള്ളവരെ ഉറക്കിയിട്ടാണല്ലോ സാധാരണ ഞാൻ ഓഡിയോ ആഡ് ചെയ്യാറുള്ളത്. ഇന്നലത്തെ ക്ലിപ്പ് വരെയുള്ള ഓഡിയോ ഞാൻ അങ്ങനെയാണ് ആഡ് ചെയ്തത്. ഇന്നലെ കിടക്കുന്നതിന് മുമ്പ് ഓഡിയോ ആഡ് ചെയ്തിട്ടാണ് ഞാൻ കിടന്നത്. ഇത് പക്ഷേ ഇന്ന് പോസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്കിപ്പോൾ ഓഡിയോ ആഡ് ചെയ്തേ പറ്റത്തുള്ളൂ. കല്ലെറിഞ്ഞിട്ടൊന്നും ഒരു രക്ഷയില്ല. അതൊക്കെ അവിടെ നിന്ന് കരയട്ടെ. ഞാനങ്ങനെ ദേ അരിയും കുക്കറിലിട്ടു, പയറും ഇട്ടു. ഇരുന്ന പയർ മൊത്തവും ഞാൻ തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കരക്കാറ്റത്ത് ആ കതവ് വന്ന് അടയുന്നതാണ്. നല്ല രീതിക്ക് പടപടാ അടയും. അതുകൊണ്ട് ആ ടൈയുടെ ഒരു ടാഗ് ആ കതവിലിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ടും വലിയ രക്ഷയൊന്നുമില്ല. ഈ കാറ്റടിക്കുമ്പോൾ അത് ഒരു സ്ക്രൂ അവിടെ മുറുക്കി വെച്ചിട്ട് അതിലോട്ടാണ് കൊളുത്തി വെച്ചേക്കുന്നത്. കരക്കാറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ അടുക്കള ഭാഗത്തുനിന്ന് കടലിലോട്ട് അങ്ങോട്ടാണ് അടിക്കുന്നത്. ആ ടാഗും സ്ക്രൂവും എല്ലാം കൂടെ വലിച്ചിട്ട് പോയി അടയും. ഞാനാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് ആ ഒരു വാഷ് ബേസിൻ്റെ അവിടുത്തെ ഒരു പ്ലഗ് പോയിന്റിൽ റിംഗ് ലൈറ്റ് കൊടുത്തിട്ടാണ് ഈ ഒരു ആംഗിളിൽ വീഡിയോ എടുത്തത് കേട്ടോ. എപ്പോഴും സ്ഥിരം ഈ പ്ലഗ് പോയിന്റ് അല്ലെങ്കിൽ അപ്പുറത്തെ പ്ലഗ് പോയിന്റ്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വ്യൂ ഒന്ന് മാറട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു ആംഗിളിൽ ഞാൻ കൊണ്ട് ഈ സ്റ്റാൻഡ് വെച്ചത്. അത് 2-3 പ്രാവശ്യം സംഭവിച്ചു. ഒരു പ്രാവശ്യം സ്റ്റാൻഡ് വീഴുകയും ചെയ്തു. കാറ്റമ്മാതിരി അടിക്കുന്നുണ്ട്. ക്രിസ്മസിൻ്റെ ഒരു ഫീലേ അതാണ് കരക്കാറ്റ്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ മുടി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇപ്പം നല്ല രീതിക്ക് ഡ്രൈ ആവും, മുടി ഡ്രൈ ആവും, ഉപ്പൂറ്റി വിണ്ട് കയറും, ചുണ്ടൊക്കെ പൊട്ടും. എൻ്റെ മാത്രമല്ല, ഇവിടെ എല്ലാവരുടെയും അതാണ് ക്രിസ്മസിൻ്റെ പ്രത്യേകത. കാക്കകൾ ഒരു തരത്തിൽ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. എനിക്ക് മൈക്ക് വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഒരു മൈക്ക് വാങ്ങിച്ച് ഓടി ആഡ് ചെയ്തിട്ട് എന്ത് വൃത്തികെട്ട സൗണ്ടായിരുന്നു അറിയാമോ. എനിക്ക് ഈ കേൾക്കുന്ന പോലെ എൻ്റെ സൗണ്ട് അതിൽ കേട്ടില്ല. അതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്യുകയുണ്ടായത്. ഇതിനിടയിൽ ഞാൻ തുമ്മുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. സ്പീഡാണെങ്കിലും ഞാൻ കൈവച്ചൊക്കെ തന്നെ കേട്ടോ തുമ്മുന്നത്. എൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം ഇന്ന് തൂക്കിക്കൊണ്ട് കിടക്കാൻ ഞാൻ മറന്നുപോയി. രാവിലെ ഈ ചായ കുടിക്കേണ്ട ഒരു വെപ്രാളത്തിൽ കർച്ചീഫ് എടുത്ത് കൊളുത്തി വയ്ക്കാനായിട്ട് ഞാൻ മറന്നുപോയി. നല്ലൊരു ഇഞ്ചി ചായ അല്ലെങ്കിൽ ഒരു മസാല ചായയാണ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ എനിക്ക് ഇന്നത്തെ ദിവസം ഐ ആം ദ സോറി അളിയ, ഐ ആം ദ സോറി. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതൊരു സൈഡിൽ നടക്കട്ടെ. എനിക്ക് ജീവിക്കണ്ടേ ഈ ഒരു അലർജി മണ്ണാങ്കട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചി ചായതേ റെഡിയായി. ഇഞ്ചി ചായ അല്ല, മസാല ചായ. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു പീസ് ഇഞ്ചി, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഇത് ഇത്രയും കൂടെ കല്ലിൽ ചതച്ചെടുത്തിട്ടുണ്ട്. പാലിൽ ലേശം വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. അത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ ചതച്ച മസാലയും കുറച്ചധികം തേയിലയിട്ട് നല്ല കടുപ്പത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും കുറച്ചധികം ഇട്ടിട്ടുണ്ട്. കടുപ്പവും മധുരവും എനിക്ക് നല്ലപോലെ വേണം. ഇതിപ്പോൾ എനിക്ക് മാത്രമായതുകൊണ്ട് വലിയ ആറ്റലും പരിപാടികളും ഒന്നുമില്ല. ഞാൻ ആ കപ്പിലേക്ക് തന്നെ അരിച്ചൊഴിച്ചിട്ടങ്ങ് കുടിക്കാൻ പോവുകയാണ്. ചായ വല്ലാത്തൊരു ക്രേവിങ് എന്തോ ചായയ്ക്ക്, അതും ഈ മസാല ടീക്ക്. അപ്പം ഇന്ന് മിക്കവാറും വൈകുന്നേരം ഇത് തന്നെ ആയിരിക്കും കേട്ടോ, മസാല ടീ തന്നെ ആയിരിക്കും ഇന്ന് ഇടാൻ പോകുന്നത്. അങ്ങനെ എൻ്റെ ചായ റെഡിയായി. ഇന്ന് പിന്നെ കിഷ്കിന്ധാഖണ്ഡം OTTയിൽ റിലീസായിട്ടുണ്ട്. ആലൻ ഇരുന്ന് കാണുക. ഞാൻ ആലനുമായിട്ട് അടി കൂടിയിട്ട് നമ്മുടെ ഇവിടുത്തെ പിള്ളേരെ എല്ലാം കൊണ്ടുപോയി കണ്ട പടം. അതുകൊണ്ട് കാണുന്നുണ്ട് കേട്ടോ, നല്ല പടമാണ്. ഞാനിങ്ങനെ കുറച്ചൊക്കെ ഇരുന്ന് കണ്ടു. ഇപ്പോൾ ഏകദേശം തുടങ്ങി കുറച്ചായി. ആ സമയത്താണ് ഞാൻ കിച്ചണിലെ പരിപാടികളൊക്കെ തീർത്തത്. ആലൻ വന്ന് തേങ്ങ പൊതിച്ച് തന്നു. അമ്മ തേങ്ങ പിഴിഞ്ഞ് പാലൊക്കെ എടുത്ത് വെച്ച് തന്നിട്ടുണ്ട്. അത്യാവശ്യത്തിന് സഹായങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറയുന്നതാണ് എനിക്ക് പാൽക്കഞ്ഞി ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് അമ്മയടുത്ത് പറഞ്ഞു അത് ഞാൻ തന്നെ ചെയ്തോളാമെന്ന്. ഇതിപ്പോൾ ഇന്നെനിക്ക് വയ്യ, ഞാൻ കിടക്കുകയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഫുഡ് പുറത്തുനിന്ന് മേടിക്കുകയൊക്കെ ചെയ്തേനെ. പക്ഷേ ഇന്നലെയും അങ്ങനെ വാങ്ങി കഴിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു, പക്ഷേ കഞ്ഞി കുടിക്കാൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ മുടവങ്കലിൽ പോയപ്പോൾ വെളുത്തുള്ളി അച്ചാർ മേടിച്ചത്. മാങ്ങ അച്ചാറാണ് ഈ പാൽക്കഞ്ഞിയുടെ കറക്റ്റ് ഒരു കോമ്പിനേഷൻ കേട്ടോ. പക്ഷെ അത് കിട്ടിയില്ല എന്നല്ല, പാണ്ടി അച്ചാർ അവിടെ ഇരിപ്പുണ്ട്. അത് എല്ലാ പീസിനും എല്ലാ ഗ്രേവിക്കും ഒരേ ടേസ്റ്റ് തോന്നിക്കുന്ന ഒരു അച്ചാറുണ്ടല്ലോ. അതിലിപ്പോൾ നാരങ്ങ ആയാലും മാങ്ങ ആയാലും അതിനെയാണ് ഞങ്ങൾ പാണ്ടി അച്ചാർ എന്ന് പറയുന്നത്. അതേ ഉള്ളൂ. ഒരുമാതിരി എല്ലാം കൂടെ വിനാഗിരിയിലിട്ട് ഇടിച്ച് കുഴച്ച് പരത്തിയിട്ട് താളിക്ക് പോലും ചെയ്യാതെ വെച്ചിരിക്കുന്ന കണക്കാണ് അതിൻ്റെ ടേസ്റ്റ്. കഞ്ഞി ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ കുക്കു സാറിൻ്റെ മുഖം ഒന്ന് ചുളിഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ പിന്നെ പറഞ്ഞു ജോസ് മാമൻ ഉണ്ടാക്കുന്ന കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അമ്മയുടെ ഇസ്രായേലിലുള്ള ബ്രദർ ഒരു അപാര കുക്കാണ്. എന്തുണ്ടാക്കിയാലും നാക്കും കൂടെ ഇറങ്ങിപ്പോവും. മാമൻ അമ്മമ്മയുടെ ഒരു പൂജയ്ക്ക്, അതായത് അമ്മയുടെ ഒക്കെ ഒരു ഓർമ്മ പൂജയ്ക്ക് എല്ലാവർക്കും, അന്ന് ദുഃഖവെള്ളിയും കൂടെ ആയിട്ടുണ്ടോ കറക്റ്റായിട്ട് വന്നു അത്. അപ്പോൾ മാമൻ എല്ലാവർക്കും കൂടെ പാൽക്കഞ്ഞി ഉണ്ടാക്കി. അത്രയ്ക്ക് അങ്ങോട്ട് വരത്തില്ലെങ്കിലും ഏകദേശം അതുപോലൊക്കെ വരും കേട്ടോ. അതാണ് കുക്കു സാറ് വീഴാനുള്ള കാരണം കഞ്ഞിയിൽ. അതാണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പറഞ്ഞു.
നമ്മുടെ പയറ് വെന്തതില്ലേ അതിലേക്ക് കുറച്ച് ചോറ് മാത്രം എടുത്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ ചോറ് ഊറ്റി മാറ്റി വെച്ചത്. ഈ പയറിലൊരിത്തിരി വെള്ളം കാണും. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1-ാം പാല് 2-ാം പാലൊന്നും ആക്കി എടുക്കണ്ട. എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പാല് മതി. ഒറ്റ പാല് മതി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ ഒരു പയറിൻ്റെ വെള്ളം കൂടുതൽ നിൽക്കുന്നതാണ് നല്ലത്. വേവിച്ച പയറിൻ്റെ വെള്ളം ഉണ്ടെങ്കിൽ അത് മാറ്റാതിരുന്നാൽ മതി. ഇതിലിനി അഡീഷണൽ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട. ചോറ് വെച്ചതും ഉപ്പിട്ടാണ്, പയർ വേവിച്ചെടുത്തതും ഉപ്പിട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കുള്ള കഞ്ഞിയുടേത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അമ്മയ്ക്ക് ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ചോറ് അവിടെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ഇന്നലത്തെ കറികളെല്ലാം ഇനിയും ഇരിപ്പുണ്ട്. ബീഫ് കറിയൊക്കെ മേടിച്ചതെല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ഇന്നലെ രാത്രി മേടിച്ചതിൻ്റെ കൂട്ടത്തിൽ ബീഫ് കറിയൊക്കെ മേടിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ചിക്കൻ ഫ്രൈയും ഗ്രേവിയും അങ്ങനെയൊക്കെ. രാവിലെ അതിൽ സാമ്പാറും ചമ്മന്തിയും മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ ദേ ആ പാൽക്കഞ്ഞിക്ക് പാലൊഴിച്ചു, തേങ്ങാപ്പാലൊഴിച്ചു. ഇത് തിളയ്ക്കാൻ പാടില്ല. തിളച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രുചി പോകും. ഒരുമാതിരി പിരിഞ്ഞ് കിടക്കും. അതൊന്ന് ചൂടായി വരുമ്പോഴേക്ക് നമുക്കിനി താളിച്ചിടാം. ഇത് താളിക്കാനായിട്ടാണ് ഞാൻ നേരത്തെ നമ്മുടെ കല്ലിൽ ചെറിയുള്ളിയും വറ്റൽമുളകും കൂടെ ചതച്ചെടുത്തത്. ആദ്യം വറ്റൽമുളക് ചതയ്ക്കണം. നനവ് തട്ടിക്കഴിഞ്ഞാൽ അതങ്ങനെ അത്ര പെട്ടെന്ന് ചതയത്തില്ല. അപ്പോൾ നമ്മൾ ഈ ഇഞ്ചി ചായ ഉണ്ടാക്കാൻ നിരത്തിട്ട് ഇടിച്ചിട്ട് ഞാനത് കൊണ്ട് വെയിലത്ത് വെച്ചിരുന്നതാണ് കഴുകി. നല്ല ഉണക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചുവന്ന മുളക് പിരിയമുളക് ചതച്ചെടുത്തിട്ട് കുറച്ചധികം ചുവന്നുള്ളി എടുത്തു. അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. ഈ ഓഡിയോ ആഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ടക്ക് ടക്കെന്ന് പറഞ്ഞ് ഇടയ്ക്ക് ഓരോ സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഞാൻ ഇത് ആഡ് ചെയ്യുന്നത് കുക്കു സാറിൻ്റെ സ്റ്റഡി ടേബിളിൻ്റെ അവിടെ ഇരുന്നിട്ടാണ്. അതിൻ്റെ സൈഡിലായിട്ട് ഇൻവെർട്ടർ ഇരിക്കുന്നത്, ആ ബാറ്ററിയും സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന സൗണ്ടാണ് ഈ ടക്ക് ടക്കെന്ന് പറഞ്ഞിട്ടുള്ള സൗണ്ട്. അമ്മ പപ്പടം കാച്ചുന്നുണ്ട് കഞ്ഞിക്കുള്ള. ഈ പാൽക്കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്കിതിന് കൂട്ടത്തിൽ തൊടുകറി ഒന്നും വേണ്ട. പയർ ഉലർത്തണ്ട, കടല ഉലർത്തണ്ട, മുട്ട വേണ്ട, അച്ചാർ വേണ്ട. അച്ചാറും വേണ്ട സത്യം പറഞ്ഞാൽ. എന്നാലും നമുക്ക് ടേസ്റ്റിന് കഞ്ഞിയുടെ കൂടെ എപ്പോഴും അച്ചാർ വേണമെന്നാണല്ലോ. അങ്ങനെ നമ്മുടെ കഞ്ഞി ഇതേ ഇങ്ങോട്ട് ഞാൻ എടുത്ത് മാറ്റി. ഒന്ന് ചൂടായപ്പോൾ തന്നെ എടുത്ത് മാറ്റി. അവിടെ തന്നെ ഇരുന്നാലും ചിലപ്പോൾ തിളച്ച് പോകും. എന്നിട്ട് നമ്മളിപ്പോൾ ചെയ്തത് നല്ല രീതിക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ച് ചുവന്നുള്ളിയും പിരിയമുളക് ചതച്ചതും കൂടി ഇട്ട് അതിൻ്റെ ഒരു മണവും ആ ഒരു നിറവും ഒക്കെ മാറി തുടങ്ങുമ്പോൾ അത് ഈ കഞ്ഞിയിലേക്കിട്ട് മൊത്തത്തിലങ്ങ് താളിച്ചെടുക്കാം. ഒരു ജലദോഷവും ചെറിയ പനി, ടെമ്പറേച്ചർ ഇപ്പോൾ തീരെയില്ല കേട്ടോ. ജലദോഷം തന്നെയുള്ളൂ, കോൾഡ് തന്നെയുള്ളൂ. അതിനാണോ ഈ ലീവ് എടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഇമാതിരി വൃത്തികെട്ടൊരു അസുഖം വേറെയില്ല. ഞാൻ ഇന്നലെ സ്കൂളിൽ ക്ലാസ്സസിലിരുന്ന് അനുഭവിച്ചത് എനിക്ക് മാത്രം അറിയാം. അങ്ങനെ നമ്മുടേത് ലഞ്ചായി. എത്ര പെട്ടെന്ന് കഴുകാനാകെ 2 പാത്രം ബാക്കി. കുക്കറിൻ്റെ അടപ്പ് അമ്മയും കഴുകി വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ കഞ്ഞിയും അമ്മ കാച്ചിയ പപ്പടവും വെളുത്തുള്ളി അച്ചാറും കൂടെ എടുത്ത് വെച്ച് ഈ 2 പാത്രവും കഴുകി കിച്ചൺ ക്ലീൻ ചെയ്താൽ ചൂടോടെ കഞ്ഞിയും കുടിച്ചിട്ട് ടാബ്ലറ്റും കഴിച്ച് എവിടെയെങ്കിലും പോയി കിടക്കും. പണ്ടാരം സമ്മതിക്കത്തില്ല. അലൻ ഒരു കോള് വന്നിട്ട് താനയിലേക്ക് പോയി കേട്ടോ, സിസിജിയിലേക്ക് പോയി. ഗസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ തിരിച്ച് വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ചോദിച്ചപ്പോഴത്തേക്ക് ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഇവരും അത്ര നേരത്തെ ഒന്നും എണീറ്റ് കാണത്തില്ല. ഞാൻ 12 മണിക്ക് എണീറ്റെങ്കിൽ എൻ്റെ ഒരു ഊഹം പ്രകാരം ഒരു 10 മണിക്ക് അലനും കുക്കും എണീറ്റ് കാണും. അങ്ങനെ നമ്മളിത് ഈ കഞ്ഞി പ്ലേറ്റ് ചെയ്യാൻ പോവാണ്. എനിക്കും കുക്കു സാറിനും മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മയും നിലും ചോറും ഒക്കെ ആയിട്ട് കുറച്ച് നേരമായിട്ട് പുറത്ത് നിന്ന് ഇത്തേ തകതയെ കളിക്കുന്നുണ്ട്. അങ്ങനെ അതാ എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ കഞ്ഞി ഇരിക്കുന്നത്. ദിസ് ഈസ് കോൾഡ് പോറിച്ച്. പയറും അരിയും നമ്മൾ യൂഷ്വലിനെക്കാളും ലോങ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത് കൊണ്ട് ആ ഒരു ലോങ് കുക്കിംഗ് പ്രോസസ്സ് തന്നെ ഇതിൻ്റെ അകത്തുള്ള സ്റ്റാർച്ചിനെയും പ്രോട്ടീൻസിനെയും ഒക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യും, മേക്കിംഗ് ഇറ്റ് വെരി ഈസി ടു ഡൈജസ്റ്റ്. അതുകൊണ്ടാണ് ഈ സ്റ്റൊമക്ക് അപ്സെറ്റ് ഉള്ളവർക്ക്, എന്തെങ്കിലും വേറെ തരത്തിലുള്ള ഇൽനെസ് ഉള്ളവർക്ക്, എസ്പെഷ്യലി ദോസ് ഹു ആർ റിക്കവറിങ് ഫ്രം എനി ഇൽനെസ്, ഈ പ്രസവമൊക്കെ കഴിഞ്ഞ് പോലും ഡോക്ടേഴ്സും പലരുമൊക്കെ നമ്മുടെ ഈ കഞ്ഞി സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ അതാണ്. നമ്മുടെ ഈ കർക്കിടക മാസത്തിലെ കഞ്ഞി അതൊക്കെ ഇല്ലേ, അതായത് ഈ ഹെർബ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത്, യൂഷ്വലി ഈ ചൈന അതുപോലുള്ള പല കൺട്രീസിലും ഭയങ്കര ഹൈപ്പ് കൊടുത്തിട്ടുള്ളൊരു വിഭവമാണ് അങ്ങനെ ഈ ഹെർബ്സ് ആഡ് ചെയ്തിട്ടുള്ള പോറിച്ച്. നമ്മുടെ എന്തുവാ പറയുന്നത്, കൂട്ടുകഞ്ഞി എന്നൊക്കെ പറയത്തില്ലേ, കർക്കിടക മാസത്തിലെ കഞ്ഞി, അതൊക്കെ തന്നെ. നമുക്കിതൊന്നും അറിയാഞ്ഞിട്ടാണ്. അല്ലേലും അതങ്ങനെയാണല്ലോ. ഇവിടുത്തെ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുമ്പോൾ കഞ്ഞി, അവിടെ ചൈനീസൊക്കെ ആകുമ്പോഴത്തേക്ക് വാവ് പോറിച്ച്. കഞ്ഞി കുടിക്കുന്ന സമയത്തേക്ക് ആ TV ഒന്ന് ഓഫ് ചെയ്യാൻ പറഞ്ഞതിനാണ് കുക്കു സാർ ഇങ്ങനെ കയ്യും കൊടുത്തിരിക്കുന്നത് കേട്ടോ. കരഞ്ഞുകൊണ്ടിരിക്കുക. നിലുവിനെ ഉറക്കാനായിട്ട് അമ്മ നോക്കിക്കൊണ്ടിരിക്കുക. അവൻ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിച്ചു കഴിഞ്ഞു. അപ്പം TV സൗണ്ട് കാരണം അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ കുറച്ച് നേരം TV ഓഫ് ചെയ്യ് കുക്കു എന്ന് പറഞ്ഞതിൻ്റെ ഇരിപ്പാണ് അത്.
ഞാൻ പിന്നെ പറഞ്ഞു നല്ലതങ്ങ്, നിന്നെ ഇപ്പം ഇന്ന് സ്കൂളിൽ വിട്ടാൽ മതിയായിരുന്നില്ല, നീ ഇപ്പോൾ കാണിക്കുന്നത് നോക്ക്. ഇപ്പം ഇന്നലെയും സ്കൂളിൽ പോയില്ല കേട്ടോ. ഇന്നലെ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് വയ്യാന്നൊക്കെ പറഞ്ഞ് കള്ള ഡാവടിച്ചിരുന്നതാണ്. മലയാളം ഉണ്ടായിരുന്നു പഠിക്കാൻ, ഹിന്ദി ഉണ്ടായിരുന്നു പഠിക്കാനായിട്ട്. ഇത് രണ്ടും പഠിച്ചില്ല. പുലിച്ചെറയിലും പിന്നെ നോയയുടെ വീട്ടിലൊക്കെ ആയിട്ട് കറങ്ങി നടന്നു. ലേശം ജലദോഷം എന്നെപ്പോലെ ഉണ്ടായിരുന്നു. അത് ഈ ഒരുപാട് പൊടിയിൽ കളിച്ചിട്ട് വന്ന സംഭവമാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് ഇന്നലെ രാവിലെ എണീറ്റപ്പോഴത്തേക്ക് കരച്ചിൽ, ഞാൻ പോകുന്നില്ല എന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഇന്നലെ ഞാൻ ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോയത്, മടങ്ങി വന്നതും. പിന്നെ ആയപ്പോഴത്തേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ പറഞ്ഞു, മമ്മ ഇല്ലാതെ ഞാൻ സ്കൂളിൽ പോകത്തില്ല എന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ തിരിച്ച് പറഞ്ഞതാണ്, നീ ആലോചിച്ച് നോക്ക്, ഇന്നലെ ഒരു ദിവസം ഫുള്ള് നീ വീട്ടിലിരുന്നു, കളിച്ചു, ടി വി കണ്ടു. ഇന്നിപ്പോൾ അതേ ഒരു ദിവസം ഫുള്ള് നീ വീണ്ടും കളിക്കുന്നു, ഫോൺ കാണുന്നു, പപ്പയായിട്ട് ഫുട്ബോൾ കളിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇത്തിരി നേരം ആ ടി വി ഓഫ് ചെയ്യാൻ പറഞ്ഞതിന് നീ ഇപ്പോൾ ഈ കാണിച്ചതുകൊണ്ട് ഞാനിനി എന്ത് മനസ്സിലാക്കണം? ഇനി എനിക്ക് വയ്യെങ്കിൽ റെസ്റ്റ് എടുക്കാനായിട്ട് നിന്നെ സ്കൂളിൽ വിടണം, അതല്ലേ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു ഇമോഷണൽ ലൈനിൽ കാര്യങ്ങൾ സോൾവ് ചെയ്ത് വിട്ടിട്ടുണ്ട്. ടി വി ഒക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് റെസ്റ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ടി വിക്ക് റെസ്റ്റ് വേണ്ടേ? രാവിലെ ഇവൻ എണീറ്റ് കുറച്ച് നേരം ടി വി കണ്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ ഫുട്ബോൾ കളിച്ചത്. പിന്നെ ആ മൂവി മുഴുവൻ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കണ്ടു. പിന്നെ മെയിൻ റീസൺ അതല്ല, നിലു ഉറങ്ങത്തില്ല. അവൻ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് റെസ്റ്റ് എന്ന് പറയുന്ന സംഭവം കിട്ടത്തില്ല. അമ്മയ്ക്കിപ്പോൾ വൈകുന്നേരത്ത് പിരിവിനും പോകണം. ഇതിപ്പോൾ ഏകദേശം ഒരു 2:30 മണിയൊക്കെ ആയി കേട്ടോ, ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക്. അയാൾ ഇനി വന്നിട്ടേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഞാൻ ദേ മാറിക്കിടന്നു. തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നാണ്, എന്നാലും വേണ്ട, പനിയൊക്കെ പിടിച്ചാലോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുവാണ്. ഇനി ഇതെനിക്ക് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണം. ഇത് വരുമ്പോഴത്തേക്ക് ഞാൻ നല്ല ഉറക്കത്തിലായിരിക്കും. നാളെ കാണാം.